ഹേ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹാജിമോ നോയിപ്പോ എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് ആനിമിയുടെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, ഇനി അങ്ങോട്ട് ഈ ഒരു സീരീസ് ഞാനായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ആനിമി എങ്ങനെയുണ്ടെന്നും പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഗായ്സ്, എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ നേരെ ചെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മുടെ ചാനലിലിട്ടുണ്ട്. ഗായ്സ്, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു റീക്യാപ്പാണ്. നമ്മളെ ടാക്കുമുറ നമ്മളെ ഈപ്പോട് ഈ കയ്യിൽ നീ എപ്പോൾ 10 ലീഫായി വരുന്നു, അപ്പം ഞാൻ നിന്നെ ബോക്സിങ്ങിലോട്ട് ചേർക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പോയത്. നമ്മളെ ടാക്കുമുറ പോയ അപ്പം തന്നെ നമ്മളെ ഇപ്പോൾ ഇതൊക്കെ സിമ്പിളല്ലേ, ഞാനിത് ഇപ്പോൾ തന്നെ ആക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ടാക്കുമുറ പോയ വഴിക്ക് തന്നെ ഇവനതിന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഇവനെ കൊണ്ട് രണ്ടില പോലും മര്യാദക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ശേഷം ടാക്കുമുറ ഇവൻ്റെ ആ പഞ്ചിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇവനെ കൊണ്ട് ഇത് കഴിയുമോ, ഇവനെ കൊണ്ട് ബോക്സിങ് ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മൾ ടാക്കുമുറ ചിന്തിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. അവൻ രണ്ടാമത്തെ ലീഫ് അവനെ കൊണ്ട് പറ്റുന്നില്ല പിടിക്കാൻ. അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് കഴിയുന്നില്ല. ശേഷം തളർന്നിരിക്കുന്ന ഈപ്പോക്ക് പെട്ടെന്നാണ് അവൻ ഓർമ്മ വന്ന് അവൻ സ്കൂളിലോട്ട് പോയാൽ ലേറ്റ് ആയിരിക്കുന്നു. അപ്പോൾ തന്നെ വീട്ടിലോട്ട് പോയി വേഗം ഫുഡൊക്കെ കഴിച്ച് അവൻ അമ്മയോടും ബായ് പറഞ്ഞ് അവൻ നേരെ സ്കൂളിലോട്ട് പോയി. സ്കൂളിലോട്ട് പോയപ്പോൾ ഇവൻ നോക്കുന്നത് 2 പെൻസിലേൽ ഇവന് പിടിക്കാൻ പറ്റുമെന്നൊക്കെ ഇവൻ നോക്കുന്നത്. അത് മൊത്തമായിട്ട് തന്നെ നിലത്തോട്ട് വീഴുന്നു. ശേഷം ഇവൻ രാത്രി ഇവൻ്റെ അമ്മയൊക്കെ സഹായിച്ച് പിന്നെ രാത്രി തന്നെ പോയി ഇവൻ ട്രെയിനിങ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വീണ്ടും ഇവൻ പോയി ട്രെയിനിങ്ങൊക്കെ ചെയ്ത് ഇവൻ നേരെ വീട്ടിലോട്ട് വന്ന് ഇവൻ്റെ അമ്മയെ സഹായിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇവൻ വീണ്ടും സ്കൂളിലോട്ട് പോകും. എൻ്റെ അമ്മയാണ് ഇവനെ കണ്ട് ആകെ കിളി പോയിരിക്കുക. കാരണം നമ്മൾ ഇപ്പം മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ മാറ്റം കണ്ട് ഇവൻ്റെ അമ്മക്ക് ആകെ അത്ഭുതം. ശേഷം ക്ലാസ്സിലിരുന്ന് ഇലകൾ ഇങ്ങനെ പിടിക്കാൻ നോക്കും നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. ഇവൻ്റെ ജീവിതം ഇങ്ങനെ റീക്യാപ്പായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രാക്ടീസ് വീട്. പിന്നീട് നമ്മൾ ഈപ്പോയെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത ബുള്ളിങ് ചെയ്ത 3 ആൾക്കാരെയാണ് കാണിക്കുന്നത്. അവരാണ് ഇവനെ വിളിച്ച് ബുള്ളിങ് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് ഇവൻ എങ്ങനെയൊക്കെ അവർ കാണാതെ അവരെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ട് ഓടുവാണ്. ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈപ്പോയാണ് കാണിക്കുന്നത്. അവൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമായിട്ട് അവനത് 2 ലീഫ് അങ്ങനെ അവസാനം പിടിച്ചിരിക്കുന്നു. ഇതിവനെ കണ്ട് ഇവനെ ആകെ അങ്ങ് സന്തോഷമാണ്. ശേഷം പിറ്റേ ദിവസം രാവിലെ ഇവൻ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് ഇവന് മനസ്സിലായത് ഇവൻ കുറച്ച് ലേറ്റായി. ഇവൻ്റെ അമ്മ ഇവനെ കാത്ത് നിൽക്കാതെ തന്നെ ആ ഫിഷിങ്ങിൻ്റെ പരിപാടിയൊക്കെ തീർത്തു. ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നത്. അതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ ഇവൻ്റെ അമ്മ ഇവനോട് പറയുകയാണ്, നീ എന്തോ ഒരു കാര്യത്തിൽ തിരക്കാണെന്ന് എനിക്കറിയാം, അതൊന്നും എന്തായാലും കുഴപ്പമില്ല, നീ അതിൽ തന്നെ തുടർന്നോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശേഷം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഈപ്പോയാണ്. ഇവനൊരു 9 എണ്ണം പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവന് 10ാമത്തെ ലീഫ് അങ്ങ് പിടിക്കാൻ കഴിയുന്നില്ല. ഇവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇവനെ 9 എണ്ണം മാക്സിമം ഇവന് 9 എണ്ണമാണ് പിടിക്കുന്നത്. 10 എണ്ണം ഇവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവനാണെങ്കിൽ അതിങ്ങനെ എന്താണ് പറ്റാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ടാക്കുമുറോ പഞ്ച് ചെയ്തത് ഇവന് ഓർമ്മ വരും. കാരണം അത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ടാക്കുമുറോ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു സൗണ്ട് വന്നിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് വരുന്നില്ല. അങ്ങനെ ഇവൻ ലൈറ്റായി ചെയ്യുമ്പോൾ ടാക്കുമുറ ഇങ്ങനെ ചെയ്തതെന്ന് ഇവൻ കറക്റ്റായിട്ട് ആലോചിക്കുമ്പോഴാണ് ഇവന് ഓർമ്മ വന്നത് ടാക്കുമുറ വളരെ ലൈറ്റായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഇവനും അതേപോലെ പിടിക്കുമ്പോൾ ആ ഒരു സൗണ്ടും ആ ഒരു പവറും വരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അതിങ്ങനെ ചെയ്തുകൊണ്ട് നോക്കിയപ്പോൾ അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് സന്തോഷമാവുന്നു. ശേഷം ഇവൻ ഇലയൊക്കെ കുലുക്കി അത് പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്കുമുറയെ കാണിക്കുന്നത്. ടാക്കുമുറ നമ്മളെ ഈപ്പോടെ അടുത്തോട്ട് വരുന്നു. ശേഷം അവനോട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈപ്പോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം, നിങ്ങളൊന്ന് വായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ടാക്കുമുറയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം നമ്മളെ ഈപ്പോ മരത്തിൻ്റെ അടുത്തോട്ട് എത്തുന്നു. എന്നിട്ട് ഇവൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ടാക്കുമുറയെ നോക്കി ആ മരം ഒന്ന് കുലുക്കിയതിന് ശേഷം ഇവൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. ശേഷം നമ്മൾ ടാക്കുമുറ ഇവൻ എന്താ കാണിക്കുന്നു, ഇവ 10 ലീഫ് പിടിച്ചോ, അതൊന്നും നമ്മൾ ടാക്കുമുറക്ക് അറിയില്ല. ശേഷം ഇവൻ മരത്തിലോട്ട് ഒരൊറ്റ ഇടിയിടിച്ചതിന് ശേഷം ടാക്കുമുറയെ കാണിക്കാൻ വേണ്ടി ഇല മൊത്തമായിട്ടൊന്ന് കൊഴിയാൻ വേണ്ടി ഇവനൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ശേഷം ഇവൻ നടന്നങ്ങോട്ട് പോയി ഈ ഇല പിടിക്കാൻ വേണ്ടി ഇവൻ പൊസിഷനിലോട്ട് നിന്ന് ഇവൻ്റെ ഫിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇവൻ അത് പിടിക്കാൻ വേണ്ടി റെഡിയായിരിക്കും. നമ്മൾ ടാക്കുമുറ ഇവനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുവാണ്.
അതിനുശേഷം നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുവാണ്. അവൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവനെ ലീഫ് വീഴുന്ന മൊത്തം നോക്കി അവനങ്ങ് അത് എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വളരെ സ്ലോയിൽ അവൻ ആ ലീഫ് ഓരോന്നോരോന്നായി മൊത്തം അവൻ അങ്ങ് പറക്കിയെടുക്കുകയാണ്. ടാക്കുമോറാണ് ഇത് കണ്ടിട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ്. ഇവന് ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത് പഠിച്ചാണ്ട് ടാക്കുമുറക്ക് വരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടാക്കുമുറ എന്തോ ആകെ അങ്ങ് അമ്പരന്നില്ലാണ്ടായി നിൽക്കുവാണ്. ശേഷം നമ്മൾ ഇപ്പോൾ അവൻ ശ്വാസമൊക്കെ വെള്ളം ഇട്ടതിന് ശേഷം അവൻ്റെ കൈ പതുക്കെ ഒന്ന് തുറന്നങ്ങോട്ട് നോക്കുമ്പോൾ അതിലിതാ 10 ലീഫ്. ഇത് കണ്ട ഇവന് ആകെ അങ്ങോട്ട് സന്തോഷമായി. ഇവനാണെങ്കിൽ എന്താ നിൽക്കണോ ചാടനോ എന്ത് ചെയ്യണമെന്ന് ഇവനറിയില്ല. കാരണം ഇവൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് നേടിയത്. ഇവൻ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത് ചെയ്തതാണ്. ടാക്കുമുറക്കാൻ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ശേഷം ഇവൻ ചെയ്തത് കണ്ട് ടാക്കുമുറക്ക് നല്ല രീതിക്ക് തന്നെ സന്തോഷമാവുന്നുണ്ട്. ശേഷം ടാക്കുമുറ ആണെങ്കിൽ കൈ അവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത് ഇവിടോട്ട് പഞ്ചി, നീ ഇങ്ങോട്ട് പഞ്ചി, ലെഫ്റ്റിലോട്ട് പഞ്ചി, റൈറ്റിലോട്ട് പഞ്ചി എന്ന് ഇവനെ പറഞ്ഞിങ്ങനെ ഇവൻ ഓരോരോ സൈഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇവൻ കൈമിട്ട് നല്ലൊരു പഞ്ച കൊടുക്കുന്നു. അതുകൊണ്ട് ടാക്കുമുറക്ക് തന്നെ ഈ വേദനിച്ച് ഇവനായിട്ട് ഒരൊറ്റ ചവിട്ട കൊടുക്കുന്നു. ശേഷം വീട്ടിലെത്തി ഈപ്പോയാണ് കാണിക്കുന്നത്. ഇവനാണ് ഈ വീട്ടിൽ കിടന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. രാവിലെയും വർക്കൗട്ട്, രാത്രിയും വർക്കൗട്ട്. ഇവൻ ഫുൾ ടൈം ഇതിനു വേണ്ടിയാണ് ഇവൻ്റെ സമയം ചെലവഴിക്കുന്നത്. ശേഷം നമ്മൾ ജിമ്മിൻ്റെ മാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. നമ്മളെ ജിമ്മിൻ്റെ മാസ്റ്ററുടെ പേരെന്താന്ന് വെച്ചാൽ ഗെഞ്ചി കാമോഗാവ എന്നാണ്. നമുക്ക് തുടർന്ന് ഇയാളെ കാമോഗാവ എന്ന് വിളിക്കാം. ശേഷം നമ്മൾ കാമോഗാവ ആണെങ്കിൽ ബോക്സിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ ഒരു ഹെൽപ്പറായിട്ട് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആളൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഇത്ര സീരിയസ് ആയി ബോക്സിങ്ങിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്? ശേഷം നമ്മളെ കാമോഗാവ പറയുന്നു, 20 വർഷത്തിന് ശേഷം ഈ ജപ്പാൻ്റെ ഇതിൽ മത്സരിക്കാൻ നമ്മളെ ബോക്സിങ് ജിമ്മിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കാമുകയുടെ കൂടെയുള്ള ആൾ പറയുന്നു, നമുക്കിപ്രാവശ്യം ടാക്കുമുറയുണ്ടല്ലോ. അപ്പോഴാണ് നമ്മളെ കാമുകയെ ആലോചിക്കുന്നത്, ശരിയാണ് ടാക്കുമുറക്ക് നല്ലൊരു ബോഡി ഉണ്ട്, പോരാത്തതിന് അവനൊരു അടിപൊളി ബോക്സറും കൂടി ആണെന്നിങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കൂടെയുള്ള ആൾ പറയുന്നു, ഏതായാലും ടാക്കുമുറ എന്നെ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടാക്കുമുറ ഈപ്പോയും കൂട്ടിക്കൊണ്ട് ഇതാ ബോക്സിംഗ് ക്ലബിലോട്ട് വന്നിരിക്കുന്നു. ശേഷം നമ്മൾ ഈപ്പോയെ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ അവരൊന്നും ഇളിച്ച് കാണിക്കുന്നു. അപ്പോഴാണ് നമ്മളെ കാമുകാവ പുറത്തോട്ട് വന്നത്. കാമുകാവ നോക്കുമ്പോൾ ഇതാ ടാക്കുമുറയുടെ കൂടെ ഒരു ചെറിയൊരു പയ്യൻ. കാമുകാവ അപ്പം തന്നെ വന്ന് ടാക്കുമുറയെ പിടിച്ച് ഉള്ളിലോട്ട് കൊണ്ട് എന്തിനാ നീ ഇവനേറ്റ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ടാക്കുമുറ പറയും ഇവനെ ബോക്സിങ് പഠിപ്പിക്കാനാണ് കൂടുന്നത്. അപ്പോൾ നമ്മളെ കാമുകാവ് പറയും, ഇവനക്ക് ഒരിക്കലും ബോക്സിങ് പഠിക്കാനേ കഴിയില്ല, ഇവനെ പോലെ ഒരു പൊട്ടന്, അതായത് ഇവൻ ഇത്ര ചെറിയ പ്രായമുള്ളവ, ഇവനെപ്പോലെ ഒരുത്തന് ഒരിക്കലും ഇത് കഴിയില്ല എന്ന് നമ്മളെ കാമുകാവ് കടുപ്പിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ടാക്കുമുറയാണ് പറയുന്നു, നിങ്ങൾ ആദ്യം അവൻ്റെ സ്കില്ലൊന്ന് കാണുക, അതിനുശേഷം നിങ്ങളത് പറയുമെന്ന് പറയുന്നു. ശേഷം നമ്മൾ ടാക്കുമുറയാണ് ഈപ്പോയും വിളിച്ച് ആ റൂമിലോട്ട് പോയതിനു ശേഷം ഈപ്പോയോട് പറയുന്നു, നീ ഇന്ന് ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇത് കേട്ട് ഈപ്പോക്കാകെ അത്ഭുതം, കാരണം ഇവൻ വന്നിട്ടുള്ളൂ, അപ്പോൾ തന്നെ ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈപ്പോ ആകെ അന്തം വിട്ടു. ശേഷം നമ്മൾ ടാക്കുമുറ ഗ്ലൗസും ഹെൽമെറ്റൊക്കെ കൊടുത്തതിന് ശേഷം അവനെ ബോക്സിംഗ് റിങ്ങിൻ്റെ അടുത്തോട്ട് ചെന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു പയ്യൻ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കും, ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പേരാണ് മിയാറ്റ. അപ്പം നമ്മൾ ടാക്കുമുറ പറയും, നീ ഇനി ട്രെയിനിങ് ചെയ്യേണ്ടത് മിയാറ്റ ആയിട്ടാണ്, നീ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എന്താണെന്ന് ഇവരെ ബോധിപ്പിക്കണം, നീ ആരാണെന്ന് നിൻ്റെ കഴിവ് നീ ആൾക്കാരെ കാണിക്കണം, അതിനുവേണ്ടി നീ ഇവനായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാക്കുമുറ റിങ്ങൊക്കെ ഇങ്ങനെ ഇതാക്കി അവനെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ മിയാറ്റ ആണെങ്കിൽ ഒരു കൂസലില്ലാതെ നിൽക്കുന്നു. ഇപ്പോൾ ഇവനാണെങ്കിൽ ഇത് കണ്ട് ആകെ പേടിയാവുന്നു, കാരണം ഇവൻ ആദ്യമായിട്ടാണ് റിങ്ങിൻ്റെ ഉള്ളിൽ ഇവരെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ ടാക്കുമുറയാണെങ്കിൽ അവിടുന്ന് നിന്നെ കൊണ്ട് പറ്റും, നീ ഇങ്ങനെ നിന്നിട്ടൊക്കെ ബ്ലോക്ക് ചെയ്യുക, അടിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കാമകാവ ആണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാമകാവക്ക് ഇപ്പോഴും ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ളൊരു മൈൻഡ്. ശേഷം നമ്മളെ മിയാറ്റ ഇവനെ പഞ്ച് ചെയ്യാനായി വരുമ്പോൾ നമ്മളെ ഈപ്പോയാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈപ്പോയും തിരിച്ച് അവനെ പഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവന് അത് സിമ്പിളായി ഡോഡ്ജ് ചെയ്ത് കളയുകയാണ്. നമ്മളെ ഈപ്പോക്ക് ഇവനെ എത്ര പഞ്ച് ചെയ്തിട്ട് ഇവൻ്റെ അടുത്തോട്ട് പോലും എത്തുന്നില്ല. നമ്മളെ മിയാറ്റാണെങ്കിൽ സിമ്പിളായിട്ടാണ് മാറി കടന്നുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മളെ ടാക്കുമുറാണെങ്കിൽ ഇത് കണ്ട ആകെ ദേഷ്യം പിടിച്ച് നീ എന്താ കാണിക്കുന്നത് പൊട്ട എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയാണ് ഇത് കേട്ടിട്ട് മനസ്സിലാവണില്ല, ഇവനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇവ ആദ്യമായിട്ടാണ്.
അതുകൊണ്ട് ഇപ്പോൾ ഇവൻ്റെ അടുത്തോട്ടങ്ങ് കയറി ചെല്ലുമ്പോൾ മിയാറ്റ അവനിട്ട് ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുന്നു. അടി കിട്ടിയത് നമ്മളെ ഈപ്പോ അങ്ങ് ഇല്ലാതായി പോകുന്നു. ശേഷം നമ്മളെ മിയാറ്റ വീണ്ടും ഇവനെ കയറി ഒരൊറ്റ പടക്കുന്നു. അങ്ങനെ നമ്മളെ ഇപ്പോൾ തെറിച്ചു പോയി ഒരു മൂലയിൽ പോയി വീഴുന്നു. അങ്ങനെ മിയാറ്റയാണെങ്കിൽ ഇവനെങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. ഇവൻ ഇനി ഒരിക്കലും നീക്കില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മളെ ടഹമുറയാണ് അവനോട് നീ എന്താണ് അവിടെ കിടക്കുന്നത്, നീക്ക്. നമ്മളെ കാമുകാവയും പറഞ്ഞു അവൻ അടികെട്ടി വീണു, അവൻ നീ നീക്കാൻ പോണില്ല. അപ്പം നമ്മൾ അടി കിട്ടി ഈപ്പോയെ കാണിച്ചുകൊണ്ടാണ് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ്, നെക്സ്റ്റ് എപ്പിസോഡ് ഒരു കിടില എപ്പിസോഡ് തന്നെയാണ്. സോ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗായ്സ്, നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് ഓരോ എപ്പിസോഡ് വെച്ച് സിംഗിൾ വീഡിയോ ആയി അപ്ലോഡ് ചെയ്താൽ മതിയോ, അതോ 2-3 എപ്പിസോഡ് മിക്സ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയി അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് ഏകദേശം 70ക്ക് മുകളിൽ എപ്പിസോഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സിംഗിൾ വീഡിയോ ഇട്ടാൽ മതിയോ, അതോ 2-3 എപ്പിസോഡ് കൂടി മിക്സ് ചെയ്ത് ഇടണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.